നമസ്കാരം. ഗൾഫ് ടുഡേ തുടങ്ങുന്നു. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. സാംസ്കാരിക മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്താനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച് ഇന്ത്യയും സൗദിയും. കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്താണ് സൗദി സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായി കരാറിൽ ഒപ്പിട്ടത്. റിയാദിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും സൗദി സാംസ്കാരിക മന്ത്രി പ്രിൻസ് ബദർ ബിൻ അബ്ദുള്ള അൽ സൗദുമാണ് സാംസ്കാരിക സഹകരണത്തിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. കല, പൈതൃകം, സംഗീതം, സാഹിത്യം, പൈതൃക സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും സൗദിയും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. സാംസ്കാരിക കൈമാറ്റം, പഠനം, സഹകരണം തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുന്നതാണ് കരാർ. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകാനും ഇത് കാരണമാകുമെന്നാണ് പ്രതീക്ഷ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക സൗഹൃദത്തിന് ഈ കരാർ ഊർജം പകരുമെന്ന് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പ്രതികരിച്ചു. റിയാദിൽ നടന്ന UN ടൂറിസം ജനറൽ അസംബ്ലിയിൽ പങ്കെടുത്ത ശേഷമാണ് കേന്ദ്രമന്ത്രി കരാറിൽ ഒപ്പുവെച്ചത്. 24 റിയാദ്. സൗദിയിൽ ഹുറൂബായ ഗാർഹിക തൊഴിലാളികളുടെ പദവി ശരിയാക്കാനുള്ള സമയപരിധി 6 മാസത്തേക്ക് കൂടി നീട്ടി. ഈ സമയപരിധിക്കകം പുതിയ ജോലിയിൽ പ്രവേശിച്ച് തൊഴിലാളികൾക്ക് ഹുറൂബ് നീക്കാൻ അവസരം ലഭിക്കും. ഇഖാമയുടെ കാലാവധി തീർന്നവർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. ഗാർഹിക തൊഴിലാളികളുടെ പദവി ശരിയാക്കാൻ നേരത്തെ അനുവദിച്ച സമയപരിധി ഇന്ന് അവസാനിച്ച സാഹചര്യത്തിലാണ് സമയം 6 മാസത്തേക്ക് കൂടി നീട്ടിയത്. ഹുറൂബായ അഥവാ ജോലിസ്ഥലത്തു നിന്നും ഒളിച്ചോടിയതായി തൊഴിലുടമ പരാതി നൽകിയ ഹൌസ് ഡ്രൈവർമാർ, വീട്ടുവേലക്കാർ, തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ഗാർഹിക തൊഴിലാളികൾക്ക് ഇത് ഏറെ ആശ്വാസമാകും. 2026 മെയ് 11 മുമ്പ് ഇവർക്ക് പുതിയ ജോലി കണ്ടെത്തി സ്പോൺസർഷിപ്പ് മാറി ഹുറൂബ് നീക്കാമെന്ന് മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയത്തിന്റെ മുസാനിദ് പ്ലാറ്റ്ഫോം വഴിയാണ് ഇതു സംബന്ധമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത്. പുതിയ തൊഴിലുടമയ്ക്ക് മുസാനിദ് പ്ലാറ്റ്ഫോമിൽ പ്രവേശിച്ച് തൊഴിലാളിയുടെ പദവി ശരിയാക്കി സ്പോൺസർഷിപ്പ് സ്വന്തം പേരിലേക്ക് മാറ്റാൻ സാധിക്കും. ഹുറൂബായവർക്ക് പുറമെ ഇഖാമയുടെ കാലാവധി തീർന്ന ഗാർഹിക തൊഴിലാളികൾക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. 2025 നവംബർ 11 ശേഷം ഹുറൂബായവർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കില്ല. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. നിയുക്ത ഇന്ത്യൻ സ്ഥാനപതി പരമിത ത്രിപാഠി കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയിലെത്തി. മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. അമീർ ഷെയ്ഖ് മിഷൽ അൽ അഹമ്മദ് അൽ സബായിൽ നിന്ന് യോഗ്യതാപത്രം ലഭിച്ച ശേഷം കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതിയായി ഔദ്യോഗികമായി ചുമതലയേൽക്കും. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനം NIA അന്വേഷിക്കും. സ്ഫോടനത്തിന് പിന്നിൽ പാക് ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ് എന്നാണ് സൂചന. നടന്നത് ചാവേർ ആക്രമണം അല്ലെന്നാണ് നിഗമനം. വാഹനം ഓടിച്ചയാൾ പരിഭ്രാന്തിയിൽ സ്ഫോടനം ഉണ്ടാക്കുകയായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. രാജ്യം നടുങ്ങിയ സ്ഫോടനത്തിന് പിന്നിൽ ഭീകര സംഘടനകളുടെ സാന്നിധ്യമുണ്ടെന്ന് വ്യക്തമായതിന് പിന്നാലെയാണ് അന്വേഷണം NIAക്ക് കൈമാറിയത്. സ്ഫോടനമുണ്ടായിടത്ത് NIA ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വിവിധയിടങ്ങളിൽ അന്വേഷണ ഏജൻസികളുടെ പരിശോധന തുടരുകയാണ്. ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽ ഫലാഹ് സർവകലാശാലയിൽ നിന്ന് 6 ജീവനക്കാരെ ജമ്മു കശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തു. വാഹനമോടിച്ച ഡോക്ടർ ഉമർ മുഹമ്മദ്, ഫരീദാബാദ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഡോക്ടർ മുസമിൽ, ഡോക്ടർ ഷഹീൻ തുടങ്ങിയവർ ജോലി ചെയ്തിരുന്നത് ഇവിടെയാണ്. ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം ജമാഅത്തുൽ മൊമിനിത്താത്തിന്റെ ചുമതലക്കാരി എന്ന് കരുതുന്ന ഡോക്ടർ ഷഹീന്റെ ലക്നൌവിലെ വസതി കേന്ദ്രീകരിച്ചും പരിശോധന തുടരുകയാണ്. ഫരീദാബാദ് സംഘത്തിലെ ഡോക്ടർ അദീലുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന ഡോക്ടർ പർവേസ് അൻസാരിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഉമർ, മുസമിൽ, ആദിൽ എന്നിവർ ജമ്മു കശ്മീരിലെ പുൽവാമ സ്വദേശികളാണ്. അതിനാൽ പുൽവാമ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടെ നടന്നത് ചാവേർ ആക്രമണം അല്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. ബോംബ് പൂർണ്ണമായി വികസിപ്പിച്ചിട്ടില്ലാത്തതിനാൽ ആഘാതം പരിമിതപ്പെട്ടു. ഡൽഹിയിലും ഹരിയാനയിലും പുൽവാമയിലും നടത്തിയ പരിശോധനയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതാണ് ആക്രമണം നടത്താൻ പ്രേരണയായത്. ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയാണ് വിവരങ്ങൾ പുറത്തുവിട്ടത്. ഉമറിന്റെയും മുസമിലിന്റെയും കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ അന്വേഷണ സംഘങ്ങൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ഉമറിന്റെ സുഹൃത്തും ഫരീദാബാദിലെ അൽ ഫലാഹ് സർവകലാശാലയിൽ ജോലി ചെയ്തിരുന്ന ആളുമായ ഡോക്ടർ സജാദ് അഹമ്മദ് മാലയെ ജമ്മു കാശ്മീരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. അന്വേഷണത്തിനായി 500 അംഗ സംഘത്തെ ഡൽഹി പോലീസ് നിയോഗിച്ചിട്ടുണ്ട്. ഇതിനിടെ ഫരീദാബാദ് സെക്ടർ 56 നിന്ന് 50 കിലോയിലേറെ സ്ഫോടക വസ്തുക്കളുമായി 2 പേരെ പിടികൂടി. 24 ഡൽഹി. ഡൽഹി സ്ഫോടനത്തിന് പിന്നിലുള്ളവർക്ക് തക്കതായ മറുപടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതികരിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ രാജ്യതലസ്ഥാനത്ത് നിർണായക യോഗം ചേർന്നു. ഭൂട്ടാനിൽ വച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം.
കടുത്ത ഹൃദയവേദനയോടെയാണ് താൻ ഭൂട്ടാനിലെത്തിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ഫോടനത്തിന്റെ ഉത്തരവാദികളെ വെറുതെ വിടില്ലെന്ന് പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ്. इस षड्यंत्र की तह तक जाएगी. इसके पीछे के षड्यंत्रकारियों को बख्शा नहीं जाएगा. ഭൂട്ടാന്റെ 4ാമത്തെ രാജാവായ ജിഗ്മേ സിംഗെ വാങ്ചുക്കിന്റെ 70ാം ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി 2 ദിവസത്തെ സന്ദർശനത്തിനെത്തിയത്. സ്ഫോടനത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും വിവരങ്ങൾ ഉടൻ ജനങ്ങളെ അറിയിക്കുമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. I want to formally assure the nation that those responsible for this tragedy will be brought to the justice and will not be spared under any circumstances. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗങ്ങൾ ചേർന്നു. ഉന്നത ഉദ്യോഗസ്ഥരും അന്വേഷണ ഏജൻസി തലവന്മാരും യോഗത്തിൽ പങ്കെടുത്തു. നാളെ വൈകിട്ട് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം ചേരും. രാഷ്ട്രപതി ദ്രൗപദി മുർമു അമിത്ഷായെ വിളിച്ച് വിവരങ്ങൾ തേടി. സ്ഫോടനത്തെ വിവിധ ലോകരാജ്യങ്ങൾ അപലപിച്ചു. 24 ഡൽഹി. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലും സ്ഫോടനം. ഇസ്ലാമാബാദ് ജില്ലാ കോടതിക്ക് സമീപം എത്തിയ കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. മരണസംഖ്യ 12ആയി. 20 പേർക്ക് പരിക്കേറ്റു. പാകിസ്ഥാനിലെ താലിബാൻ സംഘടനയായ തെഹ്രീക്ക് താലിബാൻ ആണെന്നാണ് പ്രാഥമിക വിവരം. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ഇന്ന് ഉച്ചയ്ക്ക് നടന്ന സ്ഫോടനത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന ആരോപണവുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രംഗത്തെത്തി. സ്ഫോടനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് പാകിസ്ഥാനി താലിബാൻ സംഘടനയായ തെഹ്രീക്ക് ഇ താലിബാൻ തങ്ങളുടെ സായുധ സേനാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്ന ഖൈബർ പഖ്തൂൻഖ്വ പ്രവിശ്യയിലെ കാഡറ്റ് കോളേജിലേക്ക് ആക്രമണം നടത്തിയതും ഇന്ത്യയാണ് എന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ആരോപണം. ഇസ്ലാമാബാദിലെ ജില്ലാ കോടതിയും സെഷൻസ് കോടതികളും ഉൾപ്പെടുന്ന സമുച്ചയത്തിന് പുറത്താണ് ഉച്ചയ്ക്ക് സ്ഫോടനം നടന്നത്. മരണസംഖ്യ ഇതിനോടകം 12ആയി. സ്ഫോടനത്തിന് പിന്നിൽ പാകിസ്ഥാൻ താലിബാൻ സംഘടനയായ തെഹ്രീക്ക് ഇ താലിബാൻ ആണ് എന്നാണ് പാകിസ്ഥാൻ പോലീസിന്റെ നിഗമനം. ഒരു ചാവേറും മറ്റ് 5 പേരും അടങ്ങുന്ന സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവും പാകിസ്ഥാനുമായി തുടരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് സ്ഫോടനം നടക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണ് എന്ന് നേരത്തെ തന്നെ പാകിസ്ഥാൻ ആരോപിച്ചിരുന്നു. എന്നാൽ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമാകുന്ന തെളിവുകളൊന്നും പുറത്തുവിടാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക് 24. ബഹ്റൈനിലെ മനാമ സേക്രഡ് ഹാർട്ട് പള്ളി ഇനി വികാരിയേറ്റ് തീർത്ഥാടന കേന്ദ്രം. പള്ളിയുടെ 85ാം വാർഷിക വേളയിൽ ബിഷപ്പ് ആൽഡോ ബെറാർഡി തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. 85 വർഷത്തെ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും സാക്ഷ്യമായി ബഹ്റൈനിൽ നിലകൊള്ളുന്ന സേക്രഡ് ഹാർട്ട് കത്തോലിക്ക ദേവാലയം ചരിത്രത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദേവാലയത്തെ തിരുഹൃദയത്തിന്റെ വികാരിയേറ്റ് തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. വടക്കൻ അറേബ്യയുടെ അപ്പോസ്തോലിക് വികാരി ബിഷപ്പ് ആൽഡോ ബെറാഡി OST മുഖ്യ കാർമ്മികത്വം വഹിച്ച ദിവ്യബലിയിലാണ് ഈ ചരിത്രപരമായ പ്രഖ്യാപനവും സമർപ്പണവും നടന്നത്. There may always be pure worship, a first fullness of redemption. Through our Lord Jesus Christ, your Son, who lives and reigns with you in the unity of the Holy Spirit, God forever and ever. ഈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ആദ്യത്തെ റെക്ടറായി തിരുഹൃദയ ദേവാലയം ഇടവക വികാരി ഫ്രാൻസിസ് ജോസഫ് പടവുപുരക്കൽ OFM ക്യാപ്പിനെ നിയമിക്കുകയും ചെയ്തു. Have a spacious church, praying in peace and comfort, things which we now all take for granted without a second thought. I am so humble but proud that I am here to witness the elevation of this modest sanctuary to the prestigious title of the Vicariate Shrine of the Apostolic Vicariate of Northern Arabia. ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ, ഖത്തർ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന വടക്കൻ അറേബ്യൻ വികാരിയേറ്റിന്റെ ആത്മീയ തീർത്ഥാടന കേന്ദ്രമായി ഇനി ഈ പള്ളി മാറും. തീർത്ഥാടകർക്ക് തിരുഹൃദയത്തോടുള്ള ഭക്തിയിൽ ആഴപ്പെടാനും തങ്ങളുടെ വിശ്വാസയാത്രയ്ക്ക് ശക്തി പകരാനും ഈ ദേവാലയം വലിയൊരു കാരണമാകും. ഈ മേഖലയിൽ കത്തോലിക്ക സഭയുടെ സാന്നിധ്യത്തെയും ദൌത്യത്തെയും കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ പ്രഖ്യാപനം. 24 ബഹ്റൈൻ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മെൽബണിലുള്ള സെയിന്റ് ഗ്രിഗോറിയോസ് തീർത്ഥാടന ദേവാലയത്തിൽ പരുമല ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ 123ാമത് ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. നിരണം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ യുഹനൻ മാർ ക്രിസോസ്റ്റോമസ് മുഖ്യ കാർമ്മികനായിരുന്നു. ഫാദർ ലിനു ലൂക്കോസ്, ഫാദർ ഫെർഡിനാൻഡ് പത്രോസ്, ട്രസ്റ്റി ലാജി ജോർജ്, സെക്രട്ടറി ജിബിൻ മാത്യു എന്നിവർ നേതൃത്വം നൽകി.
ഒമാന്റെ 55-ാം ദേശീയ ദിനാഘോഷങ്ങൾക്ക് വേണ്ടി നാടും നഗരവും ഒരുങ്ങി. ആഘോഷങ്ങൾക്ക് നിറം പകർന്ന് നഗരങ്ങളിൽ ദേശീയ പതാകകൾ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒമാനിലെ വിവിധ മന്ത്രാലയങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും ദേശീയ പതാകകൾ കൊണ്ടും ലൈറ്റുകളാലും അലങ്കരിച്ച് ദേശീയ ദിനാഘോഷത്തിൽ പങ്കുചേരും. അലങ്കാര വസ്തുക്കളിൽ ദേശീയ ചിഹ്നങ്ങളും മറ്റും അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നതിന് മന്ത്രാലയം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം വസ്തുക്കളുടെ വിൽപ്പനയ്ക്കും നിയന്ത്രണമുണ്ട്. ഒമാൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ നിർദ്ദേശപ്രകാരം 2 ദിവസത്തെ ഔദ്യോഗിക അവധിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നവംബർ 26, 27 തീയതികളിൽ ഒമാനിലെ പൊതു സ്വകാര്യ മേഖലകളിലെ ഓഫീസുകൾക്ക് അവധിയായിരിക്കും. വാരാന്ത്യ അവധി ഉൾപ്പെടെ 4 ദിവസം തുടർച്ചയായി അവധി ലഭിക്കുന്ന പ്രത്യേകതയുമുണ്ട്. ഒമാന്റെ 55-ാമത് ദേശീയ ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് പൊതു അവധി പ്രഖ്യാപിച്ചത്. 24 ഒമാൻ. കുവൈറ്റിലെ പത്തനംതിട്ട ജില്ലാ പ്രവാസികളുടെ കൂട്ടായ്മയായ പത്തനംതിട്ട NRI അസോസിയേഷൻ കുവൈറ്റ് 1-ാം വാർഷികവും ഓണാഘോഷവും സംഘടിപ്പിക്കുന്നു. ഈ മാസം 14-ന് അബ്ബാസിയ ആസ്പെയർ ഇന്ത്യൻ സ്കൂളിൽ പത്തനംതിട്ട മലനാട് മഹോത്സവം എന്ന പേരിൽ പരിപാടി നടക്കും. ഫ്ലവേഴ്സ് TV കോമഡി ഷോയിലെ ടീം പത്തനംതിട്ടയുടെ വനജ ടീച്ചറും സംഘവും അവതരിപ്പിക്കുന്ന കോമഡി സ്കിറ്റ്, പിന്നണി ഗായകരായ റഹ്മാൻ പത്തനാപുരം, സുമി അരവിന്ദ് എന്നിവരുടെ കലാപരിപാടികളും ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. പദ്ധതിയുടെ ഭാഗമായി സർക്കാർ സ്വീകരിക്കുന്ന ശരിയായ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. PM ശ്രീ പദ്ധതി അംഗീകരിച്ചില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് അർഹമായ വിഹിതം തരില്ല എന്ന കേന്ദ്ര നിലപാടിനെയാണ് ആദ്യം എതിർക്കേണ്ടതെന്നും EP ജയരാജൻ ദുബായിൽ പറഞ്ഞു. PM ശ്രീയെ സംബന്ധിച്ച് ഒരു ശരിയായ നിലയിൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടിയുടെ ശരിയായ വശം ഇനിയും മാധ്യമങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. PM ശ്രീ പദ്ധതിയെക്കുറിച്ച് കേരള ഗവൺമെൻറ് തുടക്കം മുതൽ എടുത്തൊരു നിലപാടുണ്ട്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കും, പാഠ്യപദ്ധതി കേരളം നടപ്പിലാക്കും. അതിൻ്റെ മേലെ കയ്യേറ്റം നടത്താൻ ഒരു ഗവൺമെൻറ്റിനും അധികാരമില്ല. PM ശ്രീ പദ്ധതിയുടെ പേരിൽ പാഠ്യപദ്ധതിയിൽ മാറ്റം വരുത്തി അംഗീകരിച്ചു കൊള്ളണം. അംഗീകരിക്കുന്നില്ലെങ്കിലോ കേരളത്തിന് തരേണ്ട വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണത്തിനും വികസനത്തിനും ഉപയോഗിക്കേണ്ട പണം തരില്ല. നിങ്ങൾ ആദ്യം എതിർക്കേണ്ടത് അതിനെയാണ്. ഇത് വിലപേശലാണ്. ഇത് അംഗീകരിച്ചില്ലെങ്കിൽ പണം തരികയില്ല എന്ന് പറയാൻ എന്ത് അധികാരമാണ് കേന്ദ്ര ഗവൺമെൻറ്റിന്? നിങ്ങൾ ആദ്യം എതിർക്കേണ്ടത് അതിനെയാണ്. ഇന്ത്യൻ കൾച്ചറൽ പ്രോഗ്രാം സംഘടിപ്പിച്ച് ജിദ്ദയിലെ സൗദി ജർമ്മൻ ഹോസ്പിറ്റൽ ജീവനക്കാർ ചീഫ് നഴ്സിംഗ് ഓഫീസർ ഹാദിയ ഉദ്ഘാടനം ചെയ്തു. ഈജിപ്ത്, സുഡാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പരിപാടിയുടെ ഭാഗമായി വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളും ശ്രദ്ധേയമായി. ഷാർപ്പ് മ്യൂസിക് ബാൻഡ് അവതരിപ്പിച്ച സംഗീത പരിപാടിയും സദസ്സേറ്റെടുത്തു. എഴുത്തുകാരി സ്മിത പ്രമോദിന്റെ 2ാം പുസ്തകമായ കട്ടനും കഥകളും ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ പ്രകാശനം ചെയ്തു. ഹോലി പബ്ലിക്കേഷൻ പുറത്തിറക്കിയ ഈ കൃതി 8 വ്യത്യസ്ത രുചിക്കഥകളുടെ സമാഹാരമാണ്. മലയാളം അധ്യാപകനും എഴുത്തുകാരനുമായ മുരളി മംഗലത്ത് എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ ഇന്ദുലേഖയ്ക്ക് പുസ്തകം കൈമാറിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. ജിദ്ദയിലെ മലയാളികളുടെ സാംസ്കാരിക കൂട്ടായ്മയായ കേരള കലാസാഹിതി 29ാമത് വാർഷികം ആഘോഷിക്കുന്നു. കളേഴ്സ് ഓഫ് ഇന്ത്യ സീസൺ 4 എന്ന പേരിൽ വെള്ളിയാഴ്ച ജിദ്ദയിലെ ഖുബ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നൃത്തവും ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജീവിതം ചിത്രീകരിക്കുന്ന പ്രസന്റേഷനും ഉണ്ടാകും. യുവ ഗായകരായ ലിബിൻ സ്കറിയ, രേഷ്മ രാഘവേന്ദ്ര എന്നിവരുടെ സംഗീതമേളയാണ് പരിപാടിയുടെ മുഖ്യ ആകർഷണം. 15ാമത് പ്രവാസി സാഹിത്യോത്സവിന്റെ ഭാഗമായി കലാലയം സാംസ്കാരിക വേദി നൽകുന്ന ഗ്ലോബൽ കലാലയം പുരസ്കാരങ്ങൾക്കുള്ള സൃഷ്ടികൾ ക്ഷണിച്ചു. പ്രവാസി മലയാളികളുടെ മലയാളത്തിലുള്ള കഥ, കവിതാ വിഭാഗങ്ങളിലാണ് പുരസ്കാരം നൽകുക. ഈ മാസം 25 അവസാന തീയതി. കവിത 40 വരിയിലും കഥ 500 വാക്കിലും കവിയരുത്. രചനകൾ kalalayam@gmail.com എന്ന ഇമെയിലിലേക്ക് PDF ഫോർമാറ്റിൽ അയക്കണമെന്ന് സംഘാടകർ അറിയിച്ചു. കേരള രാജ്യാന്തര ചലച്ചിത്രമേള സംസ്ഥാനത്തിന് പുറത്തും സംഘടിപ്പിക്കുമെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി. ഗൾഫ് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ ചലച്ചിത്രമേള സംഘടിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കാൻ ഉൾപ്പെടെയുള്ള മേളകളിലും IFFKയിലെ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കാൻ നടപടിയുണ്ടാകും. അടുത്ത വർഷത്തെ ചലച്ചിത്രമേള കൂടുതൽ മികവോടെ നടത്തും. സർക്കാർ ഏജൻസികൾക്കുള്ള സൗജന്യ പാസുകൾ നിയന്ത്രിക്കുമെന്നും സിനിമയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമാകും പ്രവേശനമെന്നും റസൂൽ പൂക്കുട്ടി ദുബായിൽ പറഞ്ഞു. മറ്റ് റിപ്പോർട്ടുകൾ നോക്കാം.
ശബരിമല കട്ടിളപ്പാളി കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറുമായ എൻ വാസു റിമാൻഡിൽ. ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ, സ്വർണ്ണ കവർച്ച തുടങ്ങി റിമാൻഡ് റിപ്പോർട്ടിൽ വാസുവിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത്. ഒന്നും പറയാനില്ലെന്ന് എൻ വാസു പ്രതികരിച്ചു. പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ എൻ വാസുവിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വാസുവിനായി SIT പിന്നീട് റാന്നി കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. വാസുവിനെതിരെ SIT കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങളാണുള്ളത്. രേഖകളിൽ സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നത് ഒഴിവാക്കി ചെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്തി നവീകരണത്തിന് ശുപാർശ നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ ഇടപെടൽ നടത്തി. ഇതര പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി ബോർഡിന് നഷ്ടവും പ്രതികൾക്ക് ഇതുവഴി അന്യായ ലാഭവും ഉണ്ടാക്കിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഗൂഢാലോചന തെളിഞ്ഞിട്ടുണ്ടെന്ന് SIT കോടതിയിൽ പറഞ്ഞു. മുൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ മൊഴിയാണ് എൻ വാസുവിനെ കുടുക്കിയത്. ഒന്നും പറയാനില്ലെന്ന് കോടതിയിൽ നിന്നിറങ്ങവേ എൻ വാസു മാധ്യമങ്ങളോട്. അതേസമയം എൻ വാസുവിന്റെ അഭിഭാഷകൻ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അപേക്ഷ നൽകിയത്. ഇത് പിന്നീട് കോടതി പരിഗണിക്കും. 24 പത്തനംതിട്ട. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ടത്തിലും കനത്ത പോളിംഗ്. 68.79% പോളിംഗ്. പോളിംഗ് ശതമാനം ഉയർന്നത് ജയസാധ്യത വർദ്ധിപ്പിച്ചതായി ഇരു മുന്നണികളും അവകാശപ്പെട്ടു. ഒന്നാം ഘട്ടത്തിന്റെ തനി ആവർത്തനം രണ്ടാം ഘട്ട വോട്ടിംഗിലും ഗ്രാമീണ മേഖലകളിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയതാണ് പോളിംഗ് ശതമാനം ഉയരാൻ കാരണം. സ്ത്രീ വോട്ടർമാർ ഇത്തവണയും വോട്ടെടുപ്പിൽ സജീവമായി പങ്കെടുത്തു. അരാരിയിൽ BJP കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ കാര്യമായ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. ഡൽഹിയിലെ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷയിലാണ് വോട്ടിംഗ് നടന്നത്. സംഘർഷ സാധ്യതയുള്ള ബൂത്തുകളിൽ 5 മണിയോടെ പോളിംഗ് അവസാനിച്ചു. വോട്ടർ പട്ടികയിൽ നിന്ന് അകാരണമായി പേരുവെട്ടിയെന്ന് പൂർണിയയിലെ പ്രാൺപട്ടിയിലുള്ള നാട്ടുകാർ ആരോപിച്ചു. 20 ജില്ലകളിലായി 122 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. പോളിംഗ് ശതമാനം ഉയർന്നത് സർക്കാർ അനുകൂല തരംഗമാണെന്ന് BJP അവകാശപ്പെട്ടു. മാറ്റത്തിന്റെ കാറ്റെന്ന് RJD. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ. 24 പട്ന. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം അധികാരം നിലനിർത്തുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ. പ്രധാനപ്പെട്ട എല്ലാ എക്സിറ്റ് പോളുകളും BJP JDU സഖ്യത്തിനാണ് വിജയം പ്രവചിക്കുന്നത്. ബീഹാറിൽ NDA സഖ്യം വൻ ഭൂരിപക്ഷം നേടി അധികാരം നിലനിർത്തുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത്. 130 മുതൽ 209 സീറ്റുകൾ വരെ NDA നേടുമെന്നാണ് വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ പ്രവചനം. മഹാസഖ്യത്തിന് 32 മുതൽ 108 വരെ സീറ്റുകളും പ്രവചിക്കുന്നു. മാട്രിക്സ് IANS എക്സിറ്റ് പോളിൽ NDAയ്ക്ക് 147 മുതൽ 167 വരെ സീറ്റുകളാണ് പറയുന്നത്. BJPക്ക് 65 മുതൽ 73 വരെയും JDUവിന് 67 മുതൽ 75 വരെയും സീറ്റാണ് പ്രവചിക്കുന്നത്. മഹാസഖ്യത്തിന് 70 മുതൽ 90 വരെ സീറ്റാണ് മാട്രിക്സിന്റെ പ്രവചനം. RJDക്ക് 53 മുതൽ 58 വരെയും കോൺഗ്രസിന് 12 സീറ്റ് വരെയും ഇടത് പാർട്ടികൾക്ക് 14 സീറ്റ് വരെയും മാട്രിക്സ് IANS എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു. പോൾസ് ഡയറിയാണ് NDA സഖ്യത്തിന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രവചിച്ചിരിക്കുന്നത്. 209 വരെ സീറ്റ് നേടുമെന്നാണ് പ്രവചനം. ചാണക്യയാണ് മഹാസഖ്യം 130 മുകളിൽ സീറ്റ് നേടുമെന്ന് പറയുന്ന ഏക എക്സിറ്റ് പോൾ. പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിക്ക് 5 സീറ്റ് വരെയും ചിരാഗ് പാസ്വാന്റെ LJPക്ക് 19 സീറ്റ് വരെയും മഹാസഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ച ഇടത് പാർട്ടികൾക്ക് 19 സീറ്റ് വരെയും എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നു. ഇലക്ഷൻ ഡെസ്ക് 24. കോൺഗ്രസിൽ ആരും മുഖ്യമന്ത്രിയാകാൻ കുപ്പായമിട്ട് ഇറങ്ങിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ 24-നോട്. കോൺഗ്രസിൽ അനൈക്യമുണ്ടെന്നത് CPIMന്റെ പ്രചാരണമാണ്. എല്ലാവരും UDFന്റെ തിരിച്ചുവരവിന് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. പാർട്ടി നേതൃത്വം ഒറ്റക്കെട്ടാണെന്നും VD സതീശൻ 24-നോട് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്. സാധാരണ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ UDFന് മേൽ CPIM ആരോപിക്കുന്നതാണ് BJP അന്തർധാര. ഇപ്പോൾ UDF അത് തിരിച്ചു ചൂണ്ടിക്കാണിക്കണം. എന്താണ് അതിൻ്റെ അടിസ്ഥാന ആരോപണത്തിൻ്റെ? അതിൻ്റെ അടിസ്ഥാനം മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നേരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളാണ്. അവിടെ സെറ്റിൽ ചെയ്തു അവിഹിതമായ, ഞാനല്ലേ ആദ്യം പറഞ്ഞത്, അജിത് കുമാറിനെ പറഞ്ഞയച്ച RSS നേതാവിനെ തൃശ്ശൂരിൽ കണ്ടെന്ന്. തൃശ്ശൂർ പൂരം കലക്കി. തൃശ്ശൂർ BJPക്ക് ജയിക്കാനുള്ള അന്തരീക്ഷം CPM ഉണ്ടാക്കി കൊടുത്തു. അതോടുകൂടി കരുവന്നൂർ കേസ് ഒതുക്കി തീർത്തു. കൊടകര കേസ് തിരിച്ച് സഹായിച്ചു കൊടുത്തു. SNC ലാവലിംഗ് കേസ് 36 പ്രാവശ്യം ഡൽഹിയിൽ വിളിക്കുകയാണ്. CBI അഭിഭാഷകം പോവില്ല. ധാരണയാണ്. ഇവിടെ EDയും CBIയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ
കേരളത്തിലെ മുഖ്യമന്ത്രി. വെള്ളാപ്പള്ളി നടേശൻ അടുത്ത കാലത്തായി നടത്തുന്ന പ്രതികരണങ്ങൾ, അദ്ദേഹം ഇപ്പോഴും നവോത്ഥാന സമിതിയുടെയും മറ്റും ചെയർമാനായിരിക്കുന്നു. അത്തരം ഈ കാര്യങ്ങൾ കൂടി UDF അതിനെ നിരീക്ഷിക്കുന്നുണ്ടോ? അതിനോടുള്ള വിമർശനം എന്താണ്? ഞങ്ങളതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹം പ്രഖ്യാപിച്ചൊരു പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടി NDAയിലാണ്. അതിന് CPM ഒരു കുഴപ്പമില്ല. നമുക്ക് അദ്ദേഹത്തോട്, അദ്ദേഹം സമുദായ സംഘടനാ നേതാവെന്ന നിലയിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ വർഗീയ ചൊവ കലർന്ന വർത്തമാനം അദ്ദേഹത്തെ കൊണ്ട് CPM പറയിപ്പിക്കുകയാണ്. ആ BJPയുടെ അജണ്ട തന്നെ CPM അദ്ദേഹത്തെ പോലുള്ള ആളുകളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ സർക്കാരിനെ താഴെ ഇറക്കാൻ തയ്യാറാണ്. എന്നാൽ കോൺഗ്രസിലൊരു ഒരുമ പ്രകടമാകുന്നില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പലർ, അല്ലെങ്കിൽ അത്തരം ചില വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ വരുന്നത്, അത് എത്രമാത്രം യാഥാർത്ഥ്യമാണ്? അതിനോട് എന്താണ്? അതൊരു പരിധിവരെ CPMൻ്റെ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവാണ്. ഞങ്ങളെക്കുറിച്ച് ഒന്നും പറയാനില്ലാത്തതുകൊണ്ട്. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഒരാളും കോൺഗ്രസിൻ്റെ അകത്ത് മുഖ്യമന്ത്രിക്ക് ഉപ്പായിട്ട് ഇറങ്ങിയിട്ടില്ല. എല്ലാവരും സ്വയബോധ്യത്തോടുകൂടി ഞങ്ങളുടെ എല്ലാം എയിം ഇത് തിരിച്ചുകൊണ്ടില്ലാത്തത്. അത് കഴിയുമ്പോൾ പാർട്ടിക്കൊരു സമയമുണ്ട്, അവർ തീരുമാനിച്ചോളും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFനെ നയിക്കുന്ന UDFിൻ്റെ ചെയർമാൻ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. വലിയ വിജയം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ കഴിയുമെന്ന്, അല്ലെങ്കിൽ നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് അഭിലാഷ് തൊഴിലുംകൂടിനൊപ്പം R. ശ്രീജിത്ത്, 24. PM ശ്രീ പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്ത് വൈകുന്നത് മുന്നണി നേതൃത്വത്തിൽ ഉന്നയിക്കാൻ CPI. കത്ത് വൈകുന്നത് മനഃപൂർവ്വമാണെങ്കിൽ ഇടപെടൽ നടത്താനാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. കത്തയക്കാൻ തീരുമാനിച്ച് 2 ആഴ്ച പിന്നിടുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിൽ നേട്ടം ഉറപ്പുവരുത്തണമെന്നും CPI തീരുമാനിച്ചു. വാർഡ് പുനർനിർണയത്തിൽ വർദ്ധിച്ച സീറ്റുകളിൽ ആനുപാതിക വർധനവ് ജില്ലകളിലെ സീറ്റ് വിഭജന ചർച്ചകളിൽ ആവശ്യപ്പെടും. ഇക്കാര്യം CPIM നേതൃത്വത്തോട് ആവശ്യപ്പെടാനും തീരുമാനമുണ്ട്. ഇതനുസരിച്ച് ഇന്ന് നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.